കഥകളി മത്സരം കഴിഞ്ഞ് എ ഗ്രേഡും നേടിയിട്ട് നമ്മുടെ തൃശ്ശൂരിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേര് അനന്യ. ഏത് സ്കൂളിലാ? അന്തിക്കാട് ഹൈസ്കൂളിൽ പഠിക്കണേ. കഥകളി മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടി. എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടണമെങ്കിൽ അപ്പോൾ എല്ലാവരും അത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ടാണല്ലോ. കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഡെഡിക്കേഷൻ വേണ്ട ഒരു ഐറ്റം ആണല്ലോ. പെട്ടെന്ന് ഒരാൾക്ക് ഒരു കലോത്സവമാണ് എന്നാൽ കയറി സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാമെന്ന് വെച്ച് ചെയ്യാവുന്ന ഒന്നല്ല. നല്ല ഡെഡിക്കേഷൻ വേണം. എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 4 വർഷമായി പഠിക്കണു. എവിടെയാണ് പഠിക്കണേ? ഞാൻ സർവ്വതോപദ്രം ആവണയങ്ങാടിലാണ് പഠിക്കണേ. ഗുരുവിൻ്റെ പേര്? കലാനിലയം ഗോപിയാശാനാണ് പഠിപ്പിക്കുന്നത് കഥകളി. അപ്പോൾ കഥകളി മാത്രമാണോ അതോ വേറെ ഐറ്റംസ് ഒക്കെ ചെയ്യോ? കഥകളി മാത്രമേ പഠിക്കണുള്ളൂ. എന്താ കഥകളിയോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണം? വീട്ടിലാരെങ്കിലും ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആവണയങ്ങാട് തന്നെ പോകുമ്പോൾ നമ്മൾ കഥകളി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടെനിക്ക് കളിക്കണം എന്നൊരു തോന്നല്, അങ്ങനെ പഠിച്ചത്. അങ്ങനെ വീട്ടിൽ ഇത് കണ്ട് എനിക്ക് കളിക്കണം പഠിക്കണം എന്നൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഥകളി ഫീൽഡിൽ ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ടുണ്ട് അല്ലേ? ആഹാ, കൊള്ളാലോ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ടൈം ഈ മേക്കപ്പിനായാലും ചമയത്തിനായിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഏകദേശം എത്ര സമയം എടുത്തു? എങ്ങനെയായിരുന്നു മത്സരത്തിന് മുൻപ് കുറേ ടൈം എടുത്തോ? വയ്യാണ്ടായോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയുമോ? വയ്യായി ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. എനർജി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുക്കങ്ങളെല്ലാം കുറച്ച് ഞാനിപ്പോൾ രാവിലെ വന്നു, പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു. നേരം വൈകുന്നു വിചാരിച്ചെങ്കിലും എല്ലാ പ്രോഗ്രാം കറക്റ്റ് ടൈമിന് തന്നെ നടന്നു. ആണല്ലേ? അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. റിസൾട്ട് വന്നപ്പോൾ നമുക്ക് സന്തോഷമായി. ഈ സന്തോഷത്തോടു കൂടി കിട്ടി പോവാണല്ലേ? കലോത്സവത്തിന് നമ്മൾ തൃശ്ശൂർ നടക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഈ മത്സരത്തിനായിട്ടാണോ വന്നത് അതോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ക്ലാസ്സുകൾ നല്ല ഉള്ളതുകൊണ്ട് പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല. ഇനി നാളെ വരുമോ വേറെ ഏതെങ്കിലും മത്സരം കാണാൻ? നാളെ അറിയില്ല, ചിലപ്പോൾ. ഏതെങ്കിലും വേറെ ഐറ്റംസ് നമ്മുടെ കഥകളി അല്ലാതെ മറ്റു ഐറ്റംസിനോട് ഇങ്ങനെ കാണാൻ താല്പര്യമുള്ള ഏതാ ഉള്ളത്? ഇപ്പോൾ ഭരതനാട്യം, മോഹിനി, ഡാൻസ് വിഭാഗമൊക്കെ കാണാൻ ഇഷ്ടമാണ് അല്ലേ? എന്തായാലും ഇത് അച്ഛനെ എങ്ങനെയാ മോളുടെ കഥകളി എങ്ങനെയുണ്ടായിരുന്നു കാണുമ്പോൾ? എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും നന്നായി കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ മാഷുമാരോടൊക്കെ ചോദിച്ചപ്പോഴും നല്ല പോലെ കളിച്ചു എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. മോളുടെ പെർഫോം ചെയ്തതിൽ നമുക്കിപ്പോൾ ചെറിയൊരു പോർഷൻ നമുക്ക് ഭാവം വെച്ചോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, കുഴപ്പമില്ല. കഥകളി സംഗീതം ഇല്ലെങ്കിലും ചമയങ്ങളില്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ആ കഥകളി ഭാവങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്കൊരു കഥകളി കാണുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. എന്തായാലും അനന്യ, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും നമുക്ക് മറ്റു വേദികളിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു.